അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ എന്തായി ഫർദൊക്കെ ഇട്ടിട്ട് നിൽക്കണമെന്നോ. മിൻ്റെ സനമോൾക്ക് ഉടുപ്പ് വേണം. ഇപ്പം അംഗനവാടി പോകുമ്പോൾ കരഞ്ഞിട്ടാണ് അവൾ പോയത് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഉടുപ്പ് ഡ്രസ്സൊക്കെ ഉണ്ട്, ഡാൻസിന് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ടീച്ചർ പറഞ്ഞു വാടക ഡ്രസ്സാണ്, പിന്നെ ഒരു വൈറ്റ് ഉടുപ്പ് ഓൺലൈനിലുണ്ട് കഴിഞ്ഞ അംഗനവാടിത്തെ ഡാൻസിൽ, അതിന് വേണ്ടി എടുത്തത് കേട്ടോ. അപ്പോൾ അത് മതി എന്ന് പറഞ്ഞു. പിന്നെ അവൾക്ക് പെരുന്നാളിന് ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ മക്കളെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഞാൻ. വെയിലുകൊണ്ട് ചൂടുകൊണ്ട് പുറത്തിറങ്ങാൻ കഴിയില്ല. നമ്മൾ വീട്ടിലത്തെ ചോറും കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് വേണ്ടേ പുറത്തോട്ട് ഇറങ്ങണമെങ്കിൽ. പിന്നെ പാവം കുട്ടികളല്ലേ, അവരുടെ ആഗ്രഹം, അവരുടെ സന്തോഷം, ചിരിയൊക്കെ കാണാം. അതന്നെയല്ലേ നമ്മൾ ജീവിക്കണത്. അപ്പോൾ അങ്ങനെ പൈസ ഒക്കെ സംഘടിപ്പിച്ചു. ഇങ്ങനെ ഒക്കെ വിചാരിച്ചു പെരുന്നാളിന് എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാത്തതുകൊണ്ട് പിന്നെ പാവം തോന്നി. എല്ലാ കുട്ടികളും ഇട്ടിട്ട് വരുമ്പോൾ കുറേ ദിവസങ്ങൾ അംഗനവാടി പോയിട്ടില്ല. അപ്പം ഉമ്മാക്ക് വയ്യാതെ ചെറിയ പ്രശ്നമുണ്ട്. ഉമ്മാക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടി, ഭയം. നാട്ടിൽ പോയി വന്നതിൻ്റെ ശേഷം ഉമ്മ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇമ്മ ഇങ്ങനെ മനസ്സൊക്കെ ഇളകി അതിൻ്റെ. അപ്പോൾ മരുന്ന് കഴിക്കാനൊന്നും കൂട്ടാക്കണില്ല, ചൂടുകൊണ്ട് ഗുളിക കഴിക്കാൻ വയ്യ എന്നും പറഞ്ഞിട്ട് മരുന്നൊന്നും കഴിക്കണില്ല. അങ്ങനെ ഞാൻ പോകാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ഈ എങ്ങോട്ടാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നത്, അതിനൊന്നല്ല, എൻ്റെ അടുത്ത് പൈസ ഒന്നുമില്ല, അവൾക്ക് ഡ്രസ്സ് എടുക്കാനില്ല, വേറെ എന്തൊക്കെയാണ്, വേറെ എങ്ങോട്ടാണ് എന്നൊക്കെ പറയാനായിട്ട് ഇങ്ങനെ ഇതാക്കുന്നുണ്ട് കേട്ടോ മറ്റിട്ട്. പക്ഷേ കുഞ്ഞു മക്കളല്ലേ, അപ്പോൾ കുഞ്ഞു മക്കളാഗ്രഹമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയിട്ടോ. അങ്ങനെ ബസ്സിന് ഞാൻ വന്നത്. മോളെ അംഗനവാടിയിലേക്ക് ആക്കിയിട്ട് പിന്നെ അങ്ങ് പോന്നു. ഇപ്പോൾ വില കുറവിൻ്റെ ഡ്രസ്സുള്ള കടകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ ഡ്രസ്സ് എടുത്തിട്ടോ. ഡ്രസ്സ് എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് ബസ്സിന് കാത്ത് നിൽക്കുകയാണ്. 400 രൂപയുടെ അടുത്തായി ഉടുപ്പിന്. അപ്പോൾ ഞാൻ വന്നപ്പോൾ ഒരു ബസ് ആൾ ഫുള്ളാണ്. അപ്പോൾ അതിൽ കയറാൻ വയ്യ. അപ്പോൾ ഞാൻ ഈ ചൂടല്ലേ, പഴമൊക്കെ ഉണ്ടായിരുന്നു വില കുറവിന്. അതൊരു 50 രൂപയ്ക്ക് ഞാൻ പഴവും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ട് കയ്യിൽ. ലക്ഷം പച്ചക്കറി വാങ്ങി. അപ്പോൾ അതൊക്കെ കൂടി തൂക്കി പിടിച്ചിട്ട് ബസ്സിന് നിൽക്കാൻ കഴിയില്ല. അപ്പോൾ അടുത്ത ബസ്സിനോളം ഞാൻ കാത്തു നിന്നു. അങ്ങനെ വീട്ടിലെത്തിയിട്ടോ. വീട്ടിലെത്തി, ഡ്രസ്സൊന്നും മാറിയിട്ടില്ല. അപ്പോൾ ബാക്കി വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. ആദ്യം ഫാനിൻ്റെ കാറ്റ് കൊണ്ട് ഒന്ന് തണുക്കട്ടെ, എന്നിട്ട് വേണം ഡ്രസ്സൊക്കെ മാറാൻ. അങ്ങനെ ഞാൻ കുട്ടികളുടെ ആഗ്രഹമല്ലേ, മോൻ എന്നെ അവിടെ പെട്ടു. ആദ്യത്തെ വിവാഹത്തിലുള്ള മോന് അവനിങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. എൻ്റെ അടുത്താണ് പറയുക. അപ്പോൾ 9 വയസ്സ് വരെ എൻ്റെ അടുത്തുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവന് വല്ലാതൊന്നും പറയില്ല, ആൾ പാവമായിരുന്നു. ഇവള് പിന്നെ പെൺകുട്ടിയല്ലേ, അവൾക്ക് ഡ്രസ്സിനും എല്ലാത്തിനും മോഹങ്ങളാണ് കുട്ടികളെത്തൊക്കെ കാണുമ്പോൾ. അപ്പോൾ ഞാനൊക്കെ ചെറുപ്പത്തിൽ ഒരു ഡ്രസ്സൊക്കെ ആയിട്ട് കഴിഞ്ഞ ആളാണ്. അങ്ങനെ മക്കളെ ഞാൻ ആകെ ക്ഷീണിച്ചു വലഞ്ഞു കേട്ടോ. പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ വല്ലാത്ത ക്ഷീണമാക്കും. പിന്നെ കുറച്ച് നേരം അവിടെ സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്യുകയും ചെയ്തു, ഇങ്ങോട്ടുള്ള അടുത്ത ബസ് വരുവോളം. അരമണിക്കൂറോളം വെയിറ്റ് ചെയ്താൽ. പക്ഷേ ബസ് പെട്ടെന്ന് വരുമായിരുന്നു അത്രേ. ബസ്സൊന്ന് വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുപോയി. ഒരു മിന്നായം പോലെ ഞങ്ങൾ വീടിൻ്റെ അടുക്കുള്ള ബസ് കണ്ടുട്ടോ ഞാൻ. പക്ഷേ അപ്പോഴാണ് ഒരുത്ത പറഞ്ഞ് ബസ് കയറി എത്താൻ പറഞ്ഞു. നിങ്ങൾ കുറേ നേരമായില്ലേ നിൽക്കണം, ബസ് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയതാണ്, അല്ലെങ്കിൽ 10-15 മിനിറ്റ് കൊണ്ട് ബസ് ഉണ്ടാവലുള്ളതാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവിടുന്ന് പോന്നു. അങ്ങനെ ബസ്സിൽ നിന്ന് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. എത്തന്നെ എൻ്റെ അടുത്തിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇടയിലാണ് സീറ്റ് ഇട്ടത്. അപ്പോൾ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എടുക്കണമെന്നൊക്കെ വിചാരിച്ചു. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് യാത്ര വ്ളോഗ് എടുക്കുന്നത്. അങ്ങനെ ബസ്സിന്
കയറിയപ്പോൾ വീഡിയോ നിർത്തില്ല. പിന്നെ ബസ് ഇറങ്ങാൻ നേരം ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചു. പിന്നെ ഈ മൊബൈലും പിടിച്ചിട്ടുണ്ട്. മൊബൈലൊക്കെ കയ്യിൽ നിന്ന് വീണു. എൻ്റെ കയ്യിൽ കവറും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴും എടുത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയാണ്. എന്താ വെച്ചാൽ ഡ്രസ്സ് എടുത്തിട്ട് വന്നു മോൾക്ക്. അപ്പോൾ ഉച്ച ടൈമും ഞാൻ പോയപ്പോൾ തന്നെ 12 മണി ആയിട്ടുണ്ട്. മോളെ അംഗനവാടി കൊണ്ടുപോയി ആക്കി അവിടെ നിന്ന് ബസ് കിട്ടി പോയി നോക്കുമ്പോഴത്തേന് 12 മണി ആയി. അനമ്മാക്കൾ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ച് മക്കളെ ഉമ്മാക്ക് ചെറുതായിട്ട് വലിയൊരു എന്താ പറയുക സംസാരം കാര്യമൊക്കെയാണ് വലിയ സുഖമില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ അതിൻ്റെ സഹോദരന്മാരുടെ അടുത്തൊക്കെ പോയാൽ ഞാൻ വീഡിയോ ഇട്ടിരുന്നല്ലോ പോയി വന്നെ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് പിന്നെ വിഷമാവും. യാത്ര ചെയ്താൽ പിന്നെ അതിന് പേടിയാണ്. യാത്ര ചെയ്യണം വണ്ടിയിൽ പോകണതൊക്കെ പേടിയാണ്. അപ്പം ഉമ്മ വണ്ടിയിലിരിക്കുന്ന സീനൊക്കെ നിങ്ങൾ ആദ്യം എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ കണ്ടിട്ടുണ്ടാവും. ഭയങ്കര ഭയപ്പാട് ഒഴിവ് വണ്ടിയിലിരിക്കണത് കേട്ടോ. അപ്പോൾ ആൾക്ക് ഭയങ്കര പേടിയാണ് വണ്ടിയിൽ കയറുക പോവുക എന്നൊക്കെ പറഞ്ഞാൽ. ആക്സിഡൻറ്റ് കേസുകളൊക്കെ നടക്കണതല്ലേ, എനിക്കും ഒരു തവണ സംഭവിച്ചതല്ലേ. അപ്പോൾ അത് കാരണം ഭയങ്കര ഭയമാണ് കേട്ടോ. അതിൽ ഭയമൊക്കെ ആയി. പിന്നെ ഈ ചൂടിൽ ഇവർക്ക് സുഖമില്ലാണ്ടാവും, അത് കുറച്ച് ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ ആൾക്ക് തീരെ വയ്യ, സംസാരവും കാര്യങ്ങളൊക്കെയാണ്. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പെൻഷൻ മേടിക്കാൻ പോവേണ്ടി ഉണ്ടാവില്ല എന്നായിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മോൾക്ക് ഞാൻ ആ ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തു. അവളെ നോക്കി ചന്ത നോക്കിയിരിക്കട്ടെ. അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ ഇനി അവൾക്കതിട്ട് നാളെ അംഗനവാടിയിൽ പോകും. അവൾക്ക് നാളെ പ്രാക്ടീസാണ് കേട്ടോ. അപ്പോൾ ഡാൻസിൻ്റെ പ്രാക്ടീസ് അവൾ കളിക്കുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ പിന്നെ അവരാഗ്രഹത്തിന് നമ്മൾ മുന്നെടുക്കണ്ടേ. അവൾ കളിക്കട്ടെ ഡാൻസും പാട്ടൊക്കെ. അങ്ങനെ മോൾ ഉഷാറായിട്ട് വളരട്ടെ. നമ്മൾ വളർന്ന സാഹചര്യമല്ലല്ലോ. അപ്പോൾ ഈ വീഡിയോയുടെ എൻഡിപ്പിയാണ്. അസ്സലാമു അലൈക്കും. എല്ലാവരോടും ഹായ് പറയാം കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരോടും ഒരുപാട് നന്ദി കേട്ടോ. ഒരുപാട് നന്ദി. അപ്പോൾ ലൈക്ക് ചെയ്യണം കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ കുഞ്ഞു ബെല്ലൈക്കണം ഒന്ന് അമർത്തണേ. എന്നാൽ വീഡിയോ അപ്പോൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നതാണ്. ടാറ്റാ. റനാനൂന് അംഗനവാടി പോണോ? ഇഷ്ടമായോ?